തലശ്ശേരിയിൽ നിയമവിരുദ്ധമായ അന്യസംസ്ഥാന തൊഴിലാളികളെ വൻതോതിൽ എത്തിച്ച് പാർപ്പിക്കുന്നതായി വിവരങ്ങൾ. മുഖ്യമന്ത്രിയുടെ സ്പീക്കറുടെയും ഒക്കെ നാടായ തലശ്ശേരിയിൽ നിന്നാണ് ഇപ്പോൾ ഇതര സംസ്ഥാനക്കാരുടെ അനധികൃതമായ താമസം വീണ്ടും വാർത്തകളിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ അന്യസംസ്ഥാനക്കാരെ പാർപ്പിക്കാൻ പ്രത്യേക മനുഷ്യക്കടത്ത് സംഘം തന്നെ തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്നു. ഇതിനെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കർമാനൂസിന്. ஜோதியாட்டனா அவங்க வந்துட்டியா? காலையில வந்து பாத்தியா? வரவே இல்லையா? சாப்பாடு கழிச்சிருக்கா? இங்க இருந்து மாத்தி பாக்குறது ஒதுக்குமே வரலையா? யாருமே வரலையா? உங்களால இறங்கவும் முடியல இங்க தண்ணிக்குள்ள. அப்படியா? நல்ல நிறைய தண்ணி இருக்குல்ல ரூமுக்குள்ள இருந்துச்சுல. என்ன சேருது? காசு வாங்கினா மட்டும் பத்தாதுல்ல. ஒரு ஃபெசிலி ஒரு ஆഴ്ചയില് அப்போ 4 மாசம் 1000 ரூபாய் காசு சம்பாதிக்கிறதுக்கு ஒரு வழி. തെരുവ് നായകൾക്ക് പോലും കിടക്കാൻ പറ്റാത്തത്ര അറപ്പും വൃത്തിഹീനവുമായ ഇടങ്ങളിലാണ് അന്യസംസ്ഥാനക്കാരെ പാർപ്പിക്കുന്നത്. ഇത്തരത്തിൽ പുറംപോക്കിലും തകർന്ന ഷെഡുകളിലും ഇവരെ എത്തിച്ച് താമസിപ്പിച്ച് ഇവരിൽ നിന്ന് പണവും വാടകയും വാങ്ങിക്കുന്നതിന് പിന്നിൽ ഉന്നതരായ ആളുകളാണ്. തലശ്ശേരിയിൽ തങ്ങുന്ന ഇത്തരത്തിൽ ഓരോ ഇതര സംസ്ഥാനക്കാരനും ആഴ്ചയിൽ 250 രൂപ വീതം ഇതിന്റെ ഏജന്റിന് നൽകണം. രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് പിന്നിലെന്നും നഗരസഭ എല്ലാം കണ്ട് കണ്ണടയ്ക്കുന്നു എന്നും ആരോപണം ഉയരുകയാണ്. തലശ്ശേരിയിലെ ഈ കളി തീക്കളി തന്നെയാണ്. ഏതാനും ദിവസം മുൻപാണ് മണിപ്പൂരുകാരായ ആളുകളെ തലശ്ശേരിയിൽ നിന്നും NIA പിടികൂടിയത്. മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരന്മാരായിരുന്നു ഇവർ. ആദ്യം സൂത്രധാരനും പിന്നീട് 3 പേരുമായിരുന്നു NIAയുടെ വലയിൽ ആയത്. ഇതിനു പിന്നാലെയാണ് കൂടുതൽ അന്യസംസ്ഥാനക്കാരെ ഇത്തരത്തിൽ പാർപ്പിക്കുന്ന നിയമവിരുദ്ധമായ രീതിയും ഇടങ്ങളും ഇപ്പോൾ കർമാനൂസ് പുറത്തുവിടുന്നത്. 40 പേർക്ക് താൽക്കാലിക ടെന്റുകളാണ് അടിച്ചിരിക്കുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും നടത്താൻ സൗകര്യവും ഇവിടെയില്ല. ഇവരുടെ കക്കൂസ് മാലിന്യമടക്കം തലശ്ശേരി ടൗണിന്റെ പല ഭാഗത്തും എത്തുന്നു എന്നാണ് വിവരങ്ങൾ. ഡ്രൈനേജിലേക്ക് പോലും മനുഷ്യ വിസർജ്യം ഒഴുക്കാനുള്ള സൗകര്യം പോലും ഇത്തരം ഷെഡുകളിലില്ല. നഗരത്തിന്റെ വിവിധ ഭാഗത്ത് തരം കിട്ടുന്നത് പോലെ ഇത്തരക്കാർ പ്രാഥമിക ആവശ്യം നിർവഹിക്കുകയാണ്. ഇത് നഗരത്തിനും തലശ്ശേരി വരുന്ന ഏവർക്കും ഭീതിയും ഭീഷണിയും ഉണ്ടാക്കുകയാണ്. മേഖലയിൽ ഡങ്കിയും പനിയും പടരുമ്പോഴാണ് ഇത് എല്ലാം എന്നതും ശ്രദ്ധേയമാകുന്നു. നഗരസഭയും ഹെൽത്ത് വകുപ്പും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴ കനത്തതോടെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാതെ വന്നതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദുരിതം അനുഭവിക്കുകയാണെന്നാണ് വിവരങ്ങൾ. ഇതോടെ DYFI പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്ന് ഈ അനധികൃത ടെന്റുകൾ പൊളിച്ചു മാറ്റാൻ നഗരസഭ ഉത്തരവിടുകയും ചെയ്തു എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ചെറിയ വാടകയ്ക്ക് താമസിപ്പിക്കുന്ന പല സ്ഥലങ്ങളും കണ്ണൂരിലും തലശ്ശേരിയിലുമായി ഉണ്ട്. ഇവരിൽ നിന്നും തിരിച്ചറിയൽ രേഖകൾ പോലും വാങ്ങാതെയാണ് ഇവരെ ഇവിടെ താമസിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ കലാപത്തിലെ മുഖ്യപ്രതിയെ തലശ്ശേരിയിലെ റാറാവിസ് ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടയിൽ NIA സംഘം പിടികൂടിയത്. കൂടാതെ ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മറ്റു 2 പേരെ കൂടി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പല ആക്രമണങ്ങളും നടത്തി കേരളത്തിൽ സുഖമായി ജീവിക്കുകയാണ് കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെ. ഇവരെ താമസിപ്പിക്കുന്നവരോ ജോലിക്കെടുക്കുന്നവരോ പോലീസ് സർട്ടിഫിക്കറ്റ് പോലും വാങ്ങുന്നില്ല. ഇതാണ് ഇവർക്ക് പ്രചോദനം. ഇക്കാര്യത്തിൽ പോലീസും ബന്ധപ്പെട്ട വകുപ്പുകളും ഉയർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ വലിയ അപകടത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരും. കേരളത്തിൽ ഇപ്പോൾ മലയാളികളെക്കാൾ അധികമായി നിറയുന്നത് അന്യ സംസ്ഥാനക്കാരാണ്. യാത്ര പോയാൽ വഴി ചോദിച്ചാൽ പോലും വഴിയിൽ കാണുന്നവർ മലയാളിയായിരിക്കില്ല. ഹോട്ടലിൽ കയറിയാലും കടകളിൽ പോയിട്ട് ട്രെയിനിൽ കയറിയാൽ പോലും മലയാള നാട്ടിൽ മലയാളികളെക്കാൾ കൂടുതൽ അന്യസംസ്ഥാനക്കാർ എന്നത് വിരോധാഭാസമാണ്. കേരളത്തിൽ ജോലിക്കെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് വന്നിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഉണ്ടായ ഈ വർധന നാട്ടുകാരിൽ ആശങ്കയും ഭീതിയും ജനിപ്പിക്കുകയാണ്. കൃത്യമായ കണക്കുകൾ പോലും സർക്കാരിന്റെ കൈവശമില്ല. ഇവരെ ഏജന്റുമാരാണ് കൊണ്ടുവരുന്നത്. 10 വർഷത്തിനിടെ നടന്ന പല ക്രൈമുകളിലും പ്രതിസ്ഥാനത്തും ഇവരായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.